ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളിടെക്നിക് മാത്സിലെ ട്രിഗണോമെട്രിയുടെ ലാസ്റ്റ് ക്ലാസ്സാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ കൊണ്ട് കുറച്ച് ഇക്വേഷൻസ് പഠിച്ചായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രൂഫ് ലെവൽ ക്വസ്റ്റ്യൻസാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, കോസ് എ മൈനസ് കോസ് ബി ഓൾ ഡിവൈഡ് ബൈ സൈൻ എ പ്ലസ് സൈൻ ബി ഈക്വൽ ടു ടാൻ ബി മൈനസ് എ ബൈ ടു എന്ന് നമുക്ക് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇവിടെ ആദ്യം ആരെ എടുക്കാം, LHS സെലക്ട് ചെയ്യാം. LHS പാർട്ട് LHS ഈക്വൽ ടു ആരാണ്, LHS ഈക്വൽ ടു കോസ് എ മൈനസ് കോസ് ബി ബൈ സൈൻ എ പ്ലസ് സൈൻ ബി. നമുക്കറിയാം എന്താണ് കോസ് എ മൈനസ് കോസ് ബി. എന്താണ് കോസ് എ മൈനസ് കോസ് ബി? മൈനസ് ടു സൈൻ എ പ്ലസ് ബി ബൈ ടു ഇൻറ്റു സൈൻ എ മൈനസ് ബി ബൈ ടു. ഇതാണല്ലോ നമുക്ക് ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇക്വേഷൻ എന്താണ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചതാണ് കേട്ടോ. ഓക്കെ, എ മൈനസ് ബി ബൈ ടു, സോറിടാ, സൈൻ എ മൈനസ് ബി ബൈ ടു ഓൾ ഡിവൈഡ് ബൈ സൈൻ എ പ്ലസ് ബി. സൈൻ എ പ്ലസ് സൈൻ ബി എന്ന് പറയുന്നത് സൈൻ എ പ്ലസ് സൈൻ ബി. എന്താണ് ആൻസർ? ടു സൈൻ എ പ്ലസ് ബി ബൈ ടു ഇൻറ്റു കോസ് എ മൈനസ് ബി ബൈ ടു. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് നമ്മൾ പഠിച്ചതാണ്. ഇവിടെ നമുക്ക് ആരെ ക്യാൻസൽ ചെയ്യാൻ പറ്റും? ടൂവും ക്യാൻസൽ ചെയ്യാം. അതുപോലെ സൈൻ എ പ്ലസ് ബി ബൈ ടുവും സൈൻ എ പ്ലസ് ബി ബൈ ടുവും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ ആരൊക്കെയാണ്? സൈൻ എ മൈനസ് ബി ബൈ ടു ബൈ കോസ് ഓഫ് എ മൈനസ് ബി ബൈ ടു അല്ലേ. ഒരു മൈനസ് കൂടെ അവിടെ കിട്ടുമോ അല്ലേ? മൈനസ് സൈൻ എ മൈനസ് ബി ബൈ ടു ബൈ കോസ് എ മൈനസ് ബി ബൈ ടു. ഇതാണ് നമുക്ക് കിട്ടുന്ന സാധനം. ആൻസർ എന്താണ്? മൈനസ് ടാൻ എ മൈനസ് ബി ബൈ ടു എന്ന് കിട്ടും. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ, ടാൻ ബി മൈനസ് എ ബൈ ടു എന്നാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കൊരു ചെറിയ ചേഞ്ച് കൊടുക്കാം. മൈനസ് അവിടെ തന്നെ പുറത്ത് കിടക്കട്ടെ. ടാൻ ഈ എ മൈനസ് ബി എന്നൊരു മൈനസിനെ അങ്ങ് പുറത്തെടുക്കണം. അപ്പോൾ മൈനസിനെ പുറത്തെടുക്കുമ്പോൾ എന്താവും? എ മൈനസ് ബി, ഇവിടെ മൈനസ് ബി എന്താവും, ഇവിടെ പ്ലസ് ബി ആവും. പ്ലസ് എ എന്താവും? മൈനസ് എ ആവും. ഓൾ ഡിവൈഡ് ബൈ ടു. നമുക്കറിയാം ടാൻ ഓഫ് മൈനസ് തീറ്റ പഠിച്ചു. ടാൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറയുന്ന ആൻസർ എന്താ? മൈനസ് ടാൻ തീറ്റ. അതാണ് മൈനസ് ടാൻ തീറ്റ. ഓക്കെ, ഇതാണ് മൈനസ് ടാൻ തീറ്റ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ദാറ്റ് ഇസ് ഈക്വൽ ടു, പുറത്തൊരു മൈനസ് ഉണ്ടല്ലേ, അപ്പോൾ മൈനസ്, പുറത്തുള്ള മൈനസ് അങ്ങനെയാണ് കിടക്കട്ടെ. ഈ ഒരു മൈനസ് പുറത്ത് വരുമില്ലേ, മൈനസ് ഓഫ് ബി മൈനസ് എ ഓൾ ഡിവൈഡ് ബൈ ടു എന്നാണ് നമ്മുടെ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ കിടക്കുന്നതല്ലേ. അപ്പോൾ ഈ മൈനസ് എന്ത് ചെയ്യും? പുറത്ത് വരും. ഈ മൈനസ് വരുന്ന അവിടെ എന്താവും? പ്ലസ് ആയിട്ട് അതിങ്ങനെ മാറും. ടാൻ ബി മൈനസ് എ ബൈ ടു എന്നാവും. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്? ടാൻ ബി മൈനസ് എ എന്ന് പറയുന്നത് ഈ ഒരു ആൻസറിൽ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു RHS. LHS ഈക്വൽ ടു എന്താണ്? RHS. ഇത്ര മാത്രമേ ഉള്ളൂ. വളരെയധികം ഈസി ആയിട്ടുള്ള പ്രോബ്ലമാണ്. അവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, സൈൻ എ മൈനസ് സൈൻ ബി ഓൾ ഡിവൈഡ് ബൈ കോസ് എ മൈനസ് കോസ് ബി ഈക്വൽ ടു മൈനസ് കോട്ട് എ പ്ലസ് ബി ബൈ ടു നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് എന്താണ്, എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? LHS പാർട്ട് സ്റ്റാർട്ട് ചെയ്യാം. LHS ഈക്വൽ ടു എന്താ പറഞ്ഞോ? സൈൻ എ മൈനസ് സൈൻ ബി ബൈ കോസ് എ മൈനസ് കോസ് ബി. അവിടെ ഇക്വേഷൻ ആണ് സൈൻ എ മൈനസ് സൈൻ ബി. എന്താണ് സൈൻ എ മൈനസ് സൈൻ ബി? ടു കോസ് എ പ്ലസ് ബി ബൈ ടു ഇൻറ്റു സൈൻ എ മൈനസ് ബി ബൈ ടു ഓൾ ഡിവൈഡഡ് ബൈ കോസ് എ മൈനസ് കോസ് ബി. എന്താണ്? മൈനസ് ടു സൈൻ എ പ്ലസ് ബി ബൈ ടു ഇൻറ്റു സൈൻ എ മൈനസ് ബി ബൈ ടു. ഇത് രണ്ടുകൂടെ ക്യാൻസൽ ചെയ്യാം. ടൂവിനൂടെ ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താണ് ഉള്ളത്? ഒരു മൈനസ് പുറത്തുണ്ട്. മുകളിൽ ഞാനാണുള്ളത് കോസ് എ പ്ലസ് ബി ബൈ ടു ആണ് മുകളിൽ ഉള്ളത്. താഴെയുള്ളത് ആരാണ്? സൈൻ എ പ്ലസ് ബി ബൈ ടു ആണ് ഇവിടെ താഴെയുള്ളത് അല്ലേ. അപ്പോൾ കോസ് ബൈ സൈൻ ആൻസർ എന്താ? മൈനസ് കോട്ട് എ പ്ലസ് ബി ബൈ ടു. ഇതാണ് ആൻസർ. ഇതെല്ലാം നമുക്ക് RHS ആയിട്ട് പ്രൂവ് ചെയ്യാനുള്ളത്. നമ്മൾ RHS എത്തിയല്ലോ. LHS തുടങ്ങുമ്പോൾ അവിടെ എത്തി വന്ന് RHS വന്നെത്തി. ഓക്കെ,
ഇത്ര സിമ്പിളാണ്. ഇതൊക്കെ എന്താണ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രൂവ് ദാറ്റ് സൈൻ എ പ്ലസ് സൈൻ 3a പ്ലസ് സൈൻ 5a ഓൾ ഡിവൈഡ് ബൈ കോസ് എ പ്ലസ് കോസ് 3a പ്ലസ് കോസ് 5a ഈക്വൽ ടു ടാൻ 3a നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടുത്തെ LHS പാർട്ട് സെലക്ട് ചെയ്യാം. ഞാൻ അതവിടെ LHS പാർട്ട് സെലക്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് എന്താണ് LHSന് ഞാൻ അടുത്ത് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ 3 ടേമല്ലേ ന്യൂമറേറ്ററിൽ. ഞാൻ ഇവിടെ സൈൻ എയും സൈൻ 5aയും കൂടെ ആദ്യം ആഡ് ചെയ്യാൻ പോവുകയാണ്. സൈൻ എയും സൈൻ 5aയും. അപ്പോൾ സൈൻ എക്സ് പ്ലസ് അല്ലെങ്കിൽ സൈൻ എ പ്ലസ് സൈൻ ബി എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. എന്താണ് സൈൻ എ പ്ലസ് സൈൻ ബി? ആൻസർ എന്താണ് പറഞ്ഞു? 2 എന്താണ് ആൻസർ എന്ന് പറഞ്ഞത്? 2 സൈൻ എ പ്ലസ് ബി. എക്ക് പകരമാണ്, എക്ക് പകരം എ തന്നെയാണ്, ബിക്ക് പകരം 5a/2 ഇൻറ്റു കോസ് എ മൈനസ് 5a/2. അവിടെ ഇനി നമുക്ക് എന്താണ് പെയർ ചെയ്യാൻ പറ്റാത്തവരാണ്? സൈൻ 3a അല്ലേ, അതുപോലെ തന്നെ എഴുതി പ്ലസ് സൈൻ 3a ഓൾ ഡിവൈഡ് ബൈ. അതുപോലെ ഇവിടെയും ഞാൻ കോസ് എയും കോസ് 5aയും കൂടെയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോസ് എ പ്ലസ് കോസ് ബി എന്താണ്? കോസ് എ പ്ലസ് കോസ് ബി 2 കോസ് എ പ്ലസ് ബി. എ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 5a/2 ഇൻറ്റു കോസ് എ മൈനസ് 5a/2. ഇനി അവിടെ ആരുണ്ട്? പ്ലസ് കോസ് 3 അങ്ങനെ തന്നെ ഉണ്ട്. അങ്ങനെ തന്നെ നിൽക്കട്ടെ. അതവിടെ നമുക്ക് ഇനി ബാക്കി ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2a പ്ലസ് 5a എത്രയുണ്ടാ? 6a. 6a/2 എന്താണ്? സൈൻ 3a ഇൻറ്റു കോസ് എ മൈനസ് 5a. എ മൈനസ് 5a എന്ന് പറഞ്ഞാൽ മൈനസ് 4a. മൈനസ് 4a/2 എത്രയുണ്ട് ആൻസർ? മൈനസ് 2a. അപ്പോൾ എന്താണ്? കോസ് മൈനസ് 2a പ്ലസ് ഇനി ഇവിടെ ഉള്ളത് ആരാണ്ട? സൈൻ 3a ഓൾ ഡിവൈഡഡ് ബൈ ഇവിടെയും 2 കോസ് എ പ്ലസ് 5a എന്താണ്ടാവും മക്കളെ? 6a. 6a/2 എത്രയുണ്ടാവും മക്കളെ? എത്രയാണ്? 3a അല്ലേ. അപ്പോൾ കോസ് 3a ഇൻറ്റു കോസ് എ മൈനസ് 5a എന്ന് പറഞ്ഞാൽ മൈനസ് 4a/2. ആൻസർ എന്താണ്? മൈനസ് 2a. അപ്പോൾ മൈനസ് 2a പ്ലസ് എന്താണ്? കോസ് 3. ഇനി നിങ്ങൾ ബാക്കി നോക്കിയേ. 2 ടേമിൽ ഇവിടെ മുകളിൽ എത്ര ടേമുണ്ട്? 2 ടേമുണ്ട് അല്ലേ. ഏതാണ് ആ ടേം? ഇതൊരു ടേം, ഇതൊരു ടേം. 2 ടേമിലും കോമൺ ആയിട്ട് ആരുണ്ട്? സൈൻ 3a ഉണ്ട്. അപ്പോൾ നമുക്ക് ആരെ പുറത്തെടുക്കാം? അവിടുന്ന് സൈൻ 3a എന്ത് ചെയ്യാൻ? പുറത്തെടുക്കാം. അപ്പോൾ സൈൻ 3a പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി ബ്രാക്കറ്റിനുള്ളിൽ ഇവിടെ ആരൊക്കെയാണുള്ളത്? 2 ഉണ്ട്. ഈ കോസ് ഓഫ് മൈനസ് 2a എന്ന് പറയുമ്പോൾ കോസ് ഓഫ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? കോസ് ഓഫ് മൈനസ് തീറ്റ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ് കോസ് ഓഫ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ് ആൻസർ? വെറും കോസ് തീറ്റയാണ്. എന്താണ്? വെറും കോസ് തീറ്റ ആണല്ലോ. അപ്പോൾ കോസ് ഓഫ് മൈനസ് 2a എന്ന് പറഞ്ഞ ആൻസർ എന്തായിരിക്കും? കോസ് 2a തന്നെയാണ്. അപ്പോൾ 2 കോസ് 2a പ്ലസ് 1. കാരണം ഇവിടെ 2 ടൈമിൽ നിന്നും സൈൻ 3a പുറത്തു പോയി. ബാക്കി ഇവിടെ ആരേ ഉള്ളൂ? 2 കോസ് 2a പ്ലസ് 1 ഓൾ ഡിവൈഡഡ് ബൈ. താഴെ നമുക്ക് ആരെ പുറത്തെടുക്കാം? താഴെ 2 ടൈമാണുള്ളത്. ഇതൊരു ടൈം, ഇതൊരു ടൈം. 2 ടൈമിലും കോമൺ ആയിട്ട് ആരാണുള്ളത് ഇവിടെ? കോസ് 3a. രണ്ടുപേരും പുറത്തെടുക്കുമ്പോൾ എന്ത് കിട്ടും? കോസ് 3 പുറത്തെടുക്കുമ്പോൾ എന്താകൂടാ? കോസ് 3 പുറത്ത് വരുമ്പോൾ ഇവിടെ ഞാനേ ഉള്ളൂ? 2a ഉള്ളൂ. ഇവിടെ കോസ് ഓഫ് മൈനസ് 2a എന്ന് പറയുമ്പോൾ ആരാണ്? കോസ് 2a. ഇവിടെ ഞാൻ കോസ് 3 പുറത്തെടുത്തു. പിന്നെ ബാക്കി ഇവിടെ ആരേ ഉള്ളൂ? പ്ലസ് 1. മുകളിൽ ഇപ്പോൾ ഒറ്റ ടൈമായി. 2 ടൈമിലും മുകളിലത്തെ ടൈമിലും താഴെ ടൈമിലും കോമൺ ആയിട്ടുള്ളത് ആരാണ്ട? 2 കോസ് 2a പ്ലസ് 1 ആണ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം? മുകളിലും താഴെ എന്ത് ചെയ്യാമെന്ന് ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? സൈൻ 3a/കോസ് 3. എന്താണ് ആൻസർ? ടാൻ 3a. ഇതിൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള RHS എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഷോ ദാറ്റ് കോസ് 55° പ്ലസ് കോസ് 65° പ്ലസ് കോസ് 175° ഈക്വൽ ടു 0. ഞാൻ LHS പാർട്ട് ആരാണ്ട്? LHS പാർട്ട് കോസ് 55 പ്ലസ് കോസ് 65 പ്ലസ് കോസ് 175. നമുക്കിത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. ഏതൊക്കെയാണ്? ഇതും കൂടെ എന്ത് ചെയ്യാൻ? ആഡ് ചെയ്യാം. അപ്പോൾ കോസ് എക്സ് പ്ലസ് കോസ് വൈ. ആൻസർ എന്താണ്? പറ 2 കോസ് എക്സ് പ്ലസ് അല്ലേ, അല്ലെങ്കിൽ a പ്ലസ് b/2. a എന്ന് പറഞ്ഞാൽ 55 പ്ലസ് 65/2 ഇൻറ്റു കോസ് 55 മൈനസ് 65 അല്ലേ, 55 മൈനസ് 65/2 പ്ലസ് ഇനി ഇവിടെ ആരാണുള്ളത്? കോസ് 175. പ്രശ്നം വല്ലതും ഉണ്ടോ? ഇല്ല. ദാറ്റ് ഇസ് ഈക്വൽ ടു 2 കോസ്
55 65 എത്ര കിട്ടോടെ? 120 അല്ലേ? 120/2 ഇൻറ്റു കോസ് 55 മൈനസ് 65 എത്രയാണ് ആൻസർ? -10/2 പ്ലസ് കോസ് 175. 120 എന്നോട് വെട്ടിപ്പോയ പിന്നെ ബാക്കി ഇവിടെ ആരാണ്? 60. -10 എന്നോട് വെട്ടിപ്പോയ ബാക്കി ഇവിടെ ആരാണുള്ളത്? -5 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 കോസ് 60 ഇൻറ്റു കോസ് ഓഫ് -5 എന്ന് പറഞ്ഞ ആൻസർ എന്താണ്? കോസ് 5 തന്നെയാണ്. പ്ലസ് ഈ കോസ് 175 ഞാൻ ഒന്ന് മാറ്റേണേ. മാറ്റുന്ന വേറെ രീതിയൊന്നുമല്ല, ഇത് 180യുടെ അടുത്ത് കിടക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇതിന് ഇങ്ങനെ എഴുതി കോസ് 180 - 5 എന്ന് എഴുതിയതിലും പ്രശ്നമുണ്ടോ? 180 - 5 എന്തിനാണ് ആൻസർ? 175 തന്നെയാണ്. ദാറ്റ്സ് ഓൾ 2 കോസ്. എടാ കോസ് എസ് ടി, കോസ് എച്ചിയുടെ വാല്യൂ എത്രയാണ്? കോസ് എസ് ടി 1/2 അല്ലേ? അപ്പോൾ 1/2 ഇൻറ്റു കോസ് 5 പ്ലസ് നോക്കിയോ കോസ് 180 മൈനസ് തീറ്റ. എന്താണ് 180 മൈനസ് തീറ്റ? 180 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 90 അല്ലേ? 2 × 90. അപ്പോൾ 2 × 90 വന്നാൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, കോസ് ആണെങ്കിൽ എന്താണ്? ഇവിടെ ആൻസറിൽ എന്ത് തന്നെ വരും? കോസ് തന്നെ വരും. തീറ്റ ആണെങ്കിൽ ഇവിടെ എന്ത് തന്നെയാണ്? തീറ്റ തന്നെയാണ്. 180 മൈനസ് തീറ്റ ആകുമ്പോൾ ഏത് ക്വാഡ്രൻ്റാണ്? അത് സെക്കൻഡ് ക്വാഡ്രൻ്റാണ്. അവിടെ എന്താണ്? നമ്മുടെ കോസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ? നെഗറ്റീവ് ആണല്ലേ? അപ്പോൾ ആൻസറിൽ എന്ത് വരും? ഒരു മൈനസ് കൂടെ വരും, മൈനസ് കോസ് തീറ്റ. ഫസ്റ്റ് ക്വാഡ്രൻ്റിൽ എന്താണ്? സെക്കൻഡ് ക്വാഡ്രൻ്റിൽ എന്താണ്? സൈനും കൊസീക്കും ആണ് പോസിറ്റീവ്, ബാക്കിയുള്ള എല്ലാവരും എന്താണ്? നെഗറ്റീവ് ആണല്ലേ? സോ അവിടെ എന്താണ്? ആൻസറിൽ എന്ത് വരും? കോസ് എന്താണ്? നെഗറ്റീവായിട്ട് വരും. ആൻസർ മൈനസ് കോസ് തീറ്റ. അപ്പോൾ ഇവിടെ എന്താണ്? കോസ് 180 - 5 ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? മൈനസ് കോസ് 5 എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് 5. 2 ഇവിടെ ക്യാൻസലായി പോവും. ഫൈനൽ നമുക്ക് എന്ത് കിട്ടും? കോസ് 5 പ്ലസ് മൈനസ് കോസ് 5. കോസ് 5 കോസ് 5 പോയി നിങ്ങൾക്ക് എന്ത് കിട്ടും? ആന മുട്ട കിട്ടൂടെ പിള്ളേർ? അത്ര തന്നെ. അവിടെ നമുക്ക് അടുത്ത് ചെയ്യാൻ ഒരു മുതുക്ക് ക്വസ്റ്റ്യൻ. മുതുക്കെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു മുതുക്ക് ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് എവിടെ ചേരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതാ ഒരു മുതുക്ക് ക്വസ്റ്റ്യൻ. സൈൻ തീറ്റ പ്ലസ് സൈൻ 3 തീറ്റ പ്ലസ് സൈൻ 5 തീറ്റ പ്ലസ് സൈൻ 7 തീറ്റ ഈക്വൽ ടു ഇത്രയും സാമാനങ്ങൾ ചെയ്തവരങ്ങൾക്ക് എന്ത് കിട്ടണം? 4 കോസ് തീറ്റ ഇൻറ്റു കോസ് 2 തീറ്റ ഇൻറ്റു സൈൻ 2 തീറ്റ എന്ന് പറയുന്നൊരു ആൻസർ നമുക്ക് എന്ത് ചെയ്യണം? കിട്ടണം. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതിയാണ് ഞാൻ പറയാൻ പോണത്. നമുക്കിവിടെ ആദ്യം സൈൻ തീറ്റയും സൈൻ 7 തീറ്റയും കൂടെ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അതുപോലെ സൈൻ 3 തീറ്റയും സൈൻ 5 തീറ്റയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? പരസ്പരം ആഡ് ചെയ്യാം. അത് വേണം നമ്മൾ എന്ത് ചെയ്യാനുള്ളത്? പെയറാക്കാനുള്ളത്. വേണമെങ്കിൽ ഞാൻ അതിനെ പെയറാക്കി എഴുതി തരാം. അതായത് നമുക്ക് ആദ്യം വേണ്ടത് സൈൻ തീറ്റ പ്ലസ് സൈൻ 7 തീറ്റ ആഡ് ചെയ്യണം. പ്ലസ് അടുത്ത എന്താണ്? അടുത്തത് സൈൻ 3 തീറ്റ പ്ലസ് എന്താണ്? സൈൻ 5 തീറ്റ അടുത്തത് ആഡ് ചെയ്യണം. ഫസ്റ്റ് സൈൻ തീറ്റ പ്ലസ് സൈൻ 7 തീറ്റ. സൈൻ എ പ്ലസ് സൈൻ ബി. സൈൻ എ പ്ലസ് സൈൻ ബി എന്താണ് നമ്മളെ? 2 സൈൻ എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു കോസ് എ മൈനസ് ബി ബൈ 2 അല്ലേ? അപ്പോൾ 2 സൈൻ എ പ്ലസ് ബി, ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? തീറ്റ പ്ലസ് 7 തീറ്റ ബൈ 2 ഇൻറ്റു കോസ് എന്താണ് പറഞ്ഞത്? തീറ്റ മൈനസ് 7 തീറ്റ ബൈ 2. അപ്പോൾ അത്രയും സെറ്റ് കഴിഞ്ഞു. അതിൻ്റെ സൈൻ തീറ്റ പ്ലസ് സൈൻ 7 തീറ്റ അതിൻ്റെ സെറ്റ് എന്ത് ചെയ്തു? കഴിഞ്ഞു. പ്ലസ് അടുത്ത കാര്യം ഏതാണ്ട? സൈൻ 3 തീറ്റ പ്ലസ് സൈൻ 5 തീറ്റ. എന്തായിരിക്കും ആൻസർ? നമ്മൾ എങ്ങനെ ചെയ്യും അതിനെ? 2 സൈൻ 3 തീറ്റ പ്ലസ് 5 തീറ്റ ബൈ 2 ഇൻറ്റു കോസ് 3 തീറ്റ മൈനസ് 5 തീറ്റ ബൈ 2. ആദ്യമായിട്ടാണ് ഇവിടെ എഴുതി തുടങ്ങി അങ്ങനെ അറ്റ വരെ എത്ര ഒരു പ്രോബ്ലം ഞാൻ കാണുന്നത് ഇതിൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. 2 സൈൻ തീറ്റ പ്ലസ് 7 തീറ്റ എന്താണ് മക്കളെ? 8 തീറ്റ ബൈ 2 ഇൻറ്റു കോസ് തീറ്റ മൈനസ് 7 തീറ്റ എന്താണ്? മൈനസ് 6 തീറ്റ ബൈ 2 പ്ലസ് 2 സൈൻ 3 തീറ്റ പ്ലസ് 5 തീറ്റ എന്താണ് നമുക്ക് ആൻസർ? 8 തീറ്റ അല്ലെ? 8 തീറ്റ ബൈ 2
ഇൻറ്റു കോസ് 3 തീറ്റ മൈനസ് 5 തീറ്റ. എന്താണ് ആൻസർ? മൈനസ് 2 തീറ്റ ബൈ 2. അപ്പോൾ ഇതിൽ 8/2 എന്താണ് ആൻസർ? 4. 6/2 ആൻസർ എന്താണ്? 3. 8/2 ആൻസർ എന്താണ്? 4. 2/2 കൂടെ കട്ടായി പോയിട്ട് അവിടെ 1 അല്ലേ? ദാറ്റ് ഇസ് ഈക്വൽ ടു 2 സൈൻ 4 തീറ്റ ഇൻറ്റു കോസ് ഓഫ് മൈനസ് 3 തീറ്റ എന്ന് പറയുന്നത് ആര് തന്നെയാണ്? 3 തീറ്റ തന്നെയാണ്. അപ്പോൾ കോസ് ഓഫ് 3 തീറ്റ പ്ലസ് 2 സൈൻ 4 തീറ്റ ഇൻറ്റു കോസ് ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞ കാര്യം തന്നെ കോസ് തീറ്റ. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ രണ്ട് ടേമിലും നമുക്ക് കോമൺ ആയിട്ട് ആരെ പുറത്തെടുക്കാൻ പറ്റും? ഇതാ ഇവിടെ എന്താണ്? 2നെ പുറത്തെടുക്കാം. സൈൻ 4 തീറ്റയും നമുക്ക് എന്ത് ചെയ്യാം? പുറത്തെടുക്കാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് പുറത്തെടുക്കാമല്ല. അപ്പോൾ അത് പുറത്താകുമ്പോൾ എന്ത് സംഭവിക്കും? 2 സൈൻ 4 തീറ്റയെ ഞാൻ എന്ത് ചെയ്തു? പുറത്തെടുത്തു. ബാക്കി ഇനി ഇവിടെ ആരേ ഉള്ളൂ? കോസ് 3 തീറ്റ. ഇവിടെ നിന്ന് 2 പോയി സൈൻ 4 തീറ്റയും പുറത്തു പോയി. ബാക്കി ഇവിടെ ആരേ ഉള്ളൂ? കോസ് തീറ്റയേ ഉള്ളൂ. ദാറ്റ്സ് ഈക്വൽ ടു 2 സൈൻ 4 തീറ്റ ഇൻറ്റു അവിടെ 2 സൈൻ 4 തീറ്റ നമ്മൾ ആർത്തസിലുണ്ട്. അത് നോക്കിയാണ് ഉണ്ടായി. ഇതാ ഉണ്ട്. 2 അവിടെ നിൽക്കിയിട്ട് നമുക്ക് ഇവിടെ ഉള്ള കിട്ടിയത് സൈൻ 4 തീറ്റ. സൈൻ 4 തീറ്റ ഉണ്ടോ? സൈൻ 4 തീറ്റ ഇല്ല അല്ലേ? സൈൻ 4 തീറ്റ ഉണ്ട് കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയുള്ള മിസ്റ്റേക്കാണ്. ക്വസ്റ്റ്യനിൽ അവിടെ വരുന്ന ആരാണ്? 4 തീറ്റയാണ് കേട്ടോ. 4 തീറ്റ നിങ്ങൾ തിരുത്തിക്കോണേ. അത് 4 തീറ്റയാണ് കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതിയപ്പോൾ 4 കോസ് തീറ്റ കോസ് 2 തീറ്റ സൈൻ 4 തീറ്റ കറക്റ്റാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് അത് കിട്ടിക്കഴിഞ്ഞ് നമുക്ക് എന്താണ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അതാണ് കോസ് 3 തീറ്റ പ്ലസ് കോസ് തീറ്റ ആഡ് ചെയ്യുക. നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും? കോസ് എ പ്ലസ് കോസ് ബി. എന്താണ് കോസ് എ പ്ലസ് കോസ് ബി? നമുക്ക് പറയാം എന്താണ്? 2 കോസ് എ പ്ലസ് ബി. എ എന്ന് പറഞ്ഞാൽ 3 തീറ്റ പ്ലസ് തീറ്റ ബൈ 2. അതാണ് എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു കോസ് എ മൈനസ് ബി ബൈ 2. എ എന്ന് പറഞ്ഞാൽ 3 തീറ്റ മൈനസ് തീറ്റ ബൈ 2. ദാറ്റ് ഇസ് ഈക്വൽ ടു 2 സൈൻ 4 തീറ്റ ഇൻറ്റു 2 കോസ് 3 തീറ്റ പ്ലസ് തീറ്റ എത്രയുണ്ട? 4 തീറ്റ. 4 തീറ്റ ബൈ 2 ഇൻറ്റു കോസ് 3 തീറ്റ മൈനസ് തീറ്റ 2 തീറ്റ ബൈ 2. നമുക്കിവിടെ എന്താണ്? 4ഉം 2 കൂടെ ക്യാൻസൽ ചെയ്യാം. ബാക്കി ഇവിടെ 2 ആവും. ഇവിടെ 2 കട്ടായി പോകും. ദെൻ ഫൈനൽ ആൻസർ എന്താ? 2 ഇൻറ്റു സൈൻ 4 തീറ്റ ഇൻറ്റു 2 ഇൻറ്റു കോസ് 2 തീറ്റ ഇൻറ്റു കോസ് തീറ്റ. 2 എന്താ? 4 ആദ്യം എഴുതുക. കോസ് തീറ്റ നമുക്ക് രണ്ടാമത് എഴുതാം. കോസ് 2 തീറ്റ മൂന്നാമത് എഴുതാം. നാലാമതായിട്ട് സൈൻ 4 തീറ്റ എഴുതാം. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള RHS? ദൈവമേ ഇതാവണേ. ഇതാണോ RHS? ഇതാണോ? 4 കോസ് തീറ്റ കോസ് 2 തീറ്റ സൈൻ 4 തീറ്റ. ഇതാണ് നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യാനായിട്ടുള്ള RHS എന്ന് പറയുന്നത്. അവിടെ മക്കളെ ഇതോടുകൂടി എന്ത് ചെയ്യേണ്ട? നമ്മുടെ ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്താണ് കംപ്ലീറ്റ് ആവുകയാണ്. നമ്മൾ മാക്സിമം എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് നല്ല ചെയ്ത് പഠിക്കണേ ഏട്ടാ. എക്സാമിന് നമുക്ക് എന്താണ് പോകുമ്പോൾ ഏറ്റവും കോറായിട്ടുള്ളൊരു ചാപ്റ്ററാണിത്. ഇതും അതുപോലെ എന്താണ് അടുത്ത് നമുക്ക് വരുന്ന ചാപ്റ്ററാണ് ഡിഫറൻസിയേഷനും അതുപോലെ കണ്ടിന്യൂറ്റി. ഓക്കെ. അപ്പോൾ നിങ്ങളത് ഞാൻ പഠിപ്പിച്ചു തരും. നിങ്ങളിതൊക്കെ എന്ത് ചെയ്യുക? പഠിപ്പിച്ച സാധനങ്ങൾ വളരെ എന്താണ് ബെറ്ററായിട്ട് പഠിക്കുക. നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. ഒരു പേപ്പറൊക്കെ എടുത്ത് എന്ത് ചെയ്യുക? നല്ല രീതിയിൽ എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യുക കേട്ടോ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.